ഗസയിൽ കനത്ത മഴയിലും കാറ്റിലും 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 14 മരണം. കെട്ടിടം തകർന്നാണ് 8 പേർ മരിച്ചത്. 52 പേരെ രക്ഷപ്പെടുത്തി. 100 കണക്കിന് ടെന്റുകളിൽ വെള്ളം കയറിയതിനാൽ ആയിരങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. മഴയ്ക്കൊപ്പം തുടരുന്ന അതിശൈത്യം കാരണം കഴിഞ്ഞ ദിവസം 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിരുന്നു. 24 മണിക്കൂറിനിടെ 27,000 ടെന്റുകളാണ് തകർന്നതെന്ന് ഗസ സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ഗസയിലേക്ക് എത്രയും വേഗം താൽക്കാലിക താമസ സൌകര്യവും മറ്റ് സഹായങ്ങളും ഉറപ്പാക്കണമെന്ന് യുഎനും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സഹായം വിലക്കി വംശഹത്യാ പദ്ധതി തുടരുകയാണെന്നും മധ്യസ്ഥ രാജ്യങ്ങളും അന്തർദേശീയ സമൂഹവും ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഹമാസ് നിർദ്ദേശിച്ചു. ഗസ വെടിനിർത്തൽ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ ആരംഭിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ദുബൈയിൽ എംസിഎ നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഗസയിൽ ദുരിതമൊഴിയുന്നില്ല. നിരവധി ആളുകൾ ഈ മഴയത്ത് കനത്ത മഴയിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങൾ? എന്തെങ്കിലും അവശ്യ വസ്തുക്കളൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ടോ? അവിടുത്തെ വലിയ തോതിലുള്ള ദുരിതത്തെയാണ് ഗസ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന അപായ മുന്നറിയിപ്പുകൾ ഇപ്പോൾ തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു അത്യാഹിതത്തിലേക്ക് ഇനി നീങ്ങുകയില്ല കാലാവസ്ഥ എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 14 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായി തന്നെ ഗസ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 3 കുട്ടികളും ഉൾപ്പെടും. അതിശൈത്യം തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെന്റുകളോ ഫലപ്രദമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തത് കാരണം വലിയ തോതിലുള്ള ഒരു ദുരിതത്തിലൂടെയാണ് ഈ ജനത മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ UN അഭയാർത്ഥി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 8 ലക്ഷം പേരെങ്കിലും ഇത് നേരിട്ട് തന്നെ ഈ പ്രകൃതിക്ഷോഭം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് താൽക്കാലിക ടെന്റ് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ പുതപ്പുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉതകുന്ന എല്ലാ സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തിക്കണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വളരെ ഉദാസീനമായിട്ടുള്ള നടപടികളാണ് തുടരുന്നത്. കാരണം റഫ അതിർത്തി ഇപ്പോൾ പോലും അടഞ്ഞു കിടക്കുകയാണ്. ആ റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ കൂടുതൽ ട്രക്കുകൾ ഈ ഭാഗത്തേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 27,000 ടെന്റുകളാണ് പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്. ആ ടെന്റുകൾ കഴിഞ്ഞിരുന്ന എല്ലാ മനുഷ്യരും ഇപ്പോൾ ഈ കൊടും ശൈത്യത്തിന്റെ അവസ്ഥയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പ്രതിരോധ കവചം ഒരുക്കണമെങ്കിൽ, അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ അതിന് ഉപകരണങ്ങളും ടെന്റുകളും പുതപ്പുകളും മറ്റ് സംവിധാനങ്ങളും ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് നൽകിയിരുന്നു. പക്ഷേ അതിനോടും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോലും ട്രക്കുകളെ കയറ്റിവിടുന്നത്. വളരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും വിലക്കുകളും തുടരുകയാണ്. ഇത് തുടരുകയാണെങ്കിൽ ഗസയിലെ 8 ലക്ഷം പേരെങ്കിലും ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്തർദേശീയ സന്നദ്ധ സംഘടനകളും UN ഏജൻസികളും നൽകുന്നത്. അമൃത, ഈ വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നാസർ? ഏതെങ്കിലും തരത്തിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടോ? എന്തെങ്കിലും രാജ്യങ്ങൾ അതിനെ മധ്യസ്ഥതയുമായി മുന്നോട്ട് വരുന്നുണ്ടോ? എന്താണ് അതിന്റെ ഒരു അപ്ഡേഷൻ? അവിടുത്തെ ഇന്നലെ രാത്രി തന്നെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായി തന്നെ അമേരിക്ക മുന്നോട്ട് പോകും. മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് അതിന്റെ മറ്റു വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ മാസം 29-നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വൈറ്റ് ഹൗസിൽ എത്തുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതും. ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലുമായി അതോടൊപ്പം തന്നെ മറ്റ് മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഇപ്പോൾ ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കാരണം 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ യുദ്ധാനന്തര ഗസയിൽ ഒരു പുതിയ സർക്കാർ സംവിധാനം വരണമെന്നും അതോടൊപ്പം തന്നെ അന്തർദേശീയ സൈന്യത്തെ ഗസയിൽ വിന്യസിക്കണമെന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണവും ഇതിൽ ചർച്ചയാവുന്നുണ്ട്. ഹമാസ് നേതൃത്വം ഇപ്പോൾ പോലും വ്യക്തമാക്കുന്നത് ഈ 20-ന് ട്രംപ് നേരത്തെ മുന്നോട്ട് വെച്ച പദ്ധതിയോട് തങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട്. ആ പദ്ധതി നടപ്പാക്കണമെങ്കിൽ കർശനമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം. അല്ലെങ്കിൽ അന്തർദേശീയ സമൂഹം അതിന് ഉറപ്പ് നൽകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഗസയിൽ നിന്നുള്ള പിന്മാറ്റം തന്നെയാണ്. അക്കാര്യത്തിൽ ഇനിയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പുതുതായി വിന്യസിക്കുന്ന അന്തർദേശീയ സേനയുടെ നിയോഗം എന്തായിരിക്കും, അവരുടെ ചുമതലകൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ
വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കളും മറ്റും വിലക്കുകളില്ലാതെ എത്തിക്കണം. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. അത്തരമൊരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വരികയാണെങ്കിൽ ആ സേനയ്ക്ക് സ്വാഭാവികമായി തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാൻ ഒരുക്കമാണ് എന്നുകൂടി ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെയും ഈ 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിലായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ രാജ്യത്തിന്റെ നിലപാട് അറിയിക്കുക. അതിനോട് അമേരിക്ക ഏത് സമീപനം സ്വീകരിക്കും, മധ്യസ്ഥ രാജ്യങ്ങൾ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതായിരിക്കും ഈ ഒരു രണ്ടാം ഘട്ട ചർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്നത്. അമൃത. നാസർ, അതുപോലെ തന്നെ ഇനി അറിയേണ്ടത് ഗസയിലേക്ക് സഹായ വസ്തുക്കളൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വലിയ ദുരിതത്തിലാണ് അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴ, അതുപോലെ തന്നെ കടുത്ത മഞ്ഞ്, ഇതൊക്കെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ വിഷയത്തിൽ? അവിടുത്തെ ഇതിൽ ഏറ്റവും പ്രധാനം ഒക്ടോബർ 10-ന് ഇത്തരമൊരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എങ്കിൽ പോലും ആ പിന്നിട്ട് 2 മാസത്തിലധികം ഒരു സമയം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ പോലും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുക, ഈ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് സാധാരണ ഫലസ്തീനികളെ കൊന്നൊടുക്കുക, അങ്ങനെ 370-ലധികം പേരെ ഇതിനകത്ത് തന്നെ കൊലപ്പെടുത്തി 1000-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലും ഈ ഡ്രോൺ ആക്രമണമൊക്കെ നിത്യവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് നിത്യവും 600 ട്രക്കുകൾ വീതം ഗസയിലേക്ക് എത്തിക്കും, അതിന് റഫാ അതിർത്തി തുറക്കുമെന്നൊക്കെ ഈ കരാറിന്റെ വളരെ കൃത്യമായി തന്നെ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടതാണ്.